ഗൈസ് എപ്പോഴും നമ്മളതിൽ ഇതുപോലെ NCERTയുടെ ബുക്ക് കയ്യിലുണ്ടാവണമെന്നില്ല. മേ ബി നമ്മളെ ഫ്രണ്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയേക്കാം, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ആ ബുക്കേ കളഞ്ഞു പോയേക്കാം. ആൻഡ് ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് PDF ഒക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഒരു ഫുൾ ബുക്ക്, ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു ബുക്ക് ഫുള്ളി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാനാണ് ഇന്ന് ഞാൻ പറയുന്നത്. ആൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പോയി പ്രിൻ്റ് ഔട്ട് എടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അതിൽ നിന്ന് തന്നെ അങ്ങ് പഠിക്കാം. സോ ഇത് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ ഫോണ് അല്ലെങ്കിൽ നിങ്ങളെ ലാപ്ടോപ്പ് എന്തെങ്കിലും എടുത്തോ. ആൻഡ് ഫോണിലും ലാപ്ടോപ്പിലും സെയിം സംഭവമാണ് കേട്ടോ. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഈ കമ്പ്യൂട്ടറിൽ പോവാണ്. എന്നിട്ട് ജസ്റ്റ് ഗൂഗിളിൽ പോയതിന് ശേഷം NCERT.NIC എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു സൈറ്റ് വരും. ഓക്കെ, ഈ സൈറ്റിൽ നമ്മൾ താഴെ പോകുമ്പോഴത്തേക്കും ടെക്സ്റ്റ് ബുക്ക് PDF എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. ഇവിടെ സിമ്പിളായിട്ട് നിങ്ങൾ ഏത് ക്ലാസ് ആണോ ജസ്റ്റ് സെർച്ച് ചെയ്യാം. സെർച്ചല്ലേ ഇവിടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ 10ാം ക്ലാസ് എന്ന് വിചാരിച്ചോ, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഇതാ ക്ലാസ് 10 എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുകയാണ്. ആൻഡ് സെലക്ട് സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റിൻ്റെ ബുക്കാണ് വേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷിൻ്റെ ബുക്കാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. സോ ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷ് നിൽക്കുവാണ്. അതിനുശേഷം നമുക്കത് ഇവിടെ സെലക്ട് ബുക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ ബുക്കിൻ്റെ ഫ്രണ്ടിലൊരു പേര് കൊടുക്കത്തില്ലേ, ഫസ്റ്റ് ഫ്ലൈറ്റ്, ഫുട് പ്രിൻസ് എന്നും പറഞ്ഞേക്കുക. സോ ഇവിടെ എനിക്കിതാ മറ്റേ ഫുട് പ്രിൻസ് എന്ന് പറഞ്ഞ ബുക്കാണ് വേണ്ടത്. സോ ഞാൻ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ ഗോ എന്ന് പറഞ്ഞ് ഇവിടെ സൈഡ് ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് നിൽക്കുക. സോ ഇവിടെ എല്ലാം എത്തിയതിന് ശേഷം നമുക്കിതാ ഓരോ ചാപ്റ്ററിന് ഇതാ ഓപ്പൺ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. പക്ഷേ നമുക്ക് ഓരോ ചാപ്റ്റർ അല്ല വേണ്ടത്, നമുക്ക് ഫുൾ ബുക്ക് വേണം. അതിന് വേണ്ടി ജസ്റ്റ് താഴെ പോകുമ്പോഴത്തേക്കും ഡൗൺലോഡ് കംപ്ലീറ്റ് ബുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് സിമ്പിളായിട്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് മറ്റേ സിപ്പ് ഫയലില്ലേ, സോ അങ്ങനെ സിപ്പ് ഫയലാണെങ്കിൽ ഡയറക്റ്റ് ഡൗൺലോഡ് ആവും. അത് ജസ്റ്റ് നിങ്ങളെ ഫോണിലായാലും കമ്പ്യൂട്ടറിലായാലും ജസ്റ്റ് സേവ് നിൽക്കുക. സേവ് നിൽക്കുമ്പോൾ ഒരു 10-15 MBയുടെ സംഭവം കാണത്തുള്ളൂ. ആൻഡ് അതോടെ നമ്മളെ ബുക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇനി നമ്മൾ ആ സിപ്പ് ഫയലിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ ചാപ്റ്ററും ഇങ്ങനത്തെ കഥ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ചാപ്റ്റർ 1, ചാപ്റ്റർ 2. ആൻഡ് നിങ്ങൾ വെറുതെ മാനുവലായിട്ട് ഓരോ PDF ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല, ഇതിനകത്ത് എല്ലാം കിട്ടും. ഇതുപോലെ വാട്ട് എവർ ദ ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ്. അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.